നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൂപ്പർ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് പേരാവൂരിൽ. UDF-നായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, LDF-നായി മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയും നേർക്കുനേരെത്തുമ്പോൾ ഫലം പ്രവചനാതീതമാണ്. 2011 ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ KK ശൈലജയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്താണ് സണ്ണി ജോസഫ് വിജയം സ്വന്തമാക്കിയത്. 2021 ചരിത്ര ഭൂരിപക്ഷത്തോടെയാണ് മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നും KK ശൈലജ നിയമസഭയിലെത്തിയത്. എന്നാൽ ഇത്തവണ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായാണ് KK ശൈലജ പേരാവൂരിൽ പോരാട്ടത്തിനിറങ്ങുന്നത്. മുൻ ആരോഗ്യമന്ത്രിയും CPM-ന്റെ ജനകീയ മുഖവുമായ KK ശൈലജ നിയമസഭയിലേക്ക് 6ാം തവണയാണ് മത്സരത്തിന് തയ്യാറെടുക്കുന്നത്. കൂത്തുപറമ്പിൽ നിന്ന് 1996-ലും 2016-ലും, പേരാവൂരിൽ നിന്ന് 2006-ലും 2011-ലും, മട്ടന്നൂരിൽ നിന്ന് 2021-ലും മത്സരിച്ചു. ഇതിൽ 2011-ൽ പേരാവൂരിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങി. 3440 വോട്ടിന് സണ്ണി ജോസഫിനായിരുന്നു അന്ന് ജയം. മറ്റിടങ്ങളിലെല്ലാം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വിജയം കരസ്ഥമാക്കാൻ KK ശൈലജയ്ക്ക് സാധിച്ചു. പേരാവൂർ മണ്ഡലത്തിലുള്ള പരിചയം, ജനങ്ങൾക്കിടയിലെ സ്വാധീനം, വനിതയെന്ന പരിഗണന തുടങ്ങിയവയെല്ലാം ഇത്തവണ KK ശൈലജയ്ക്ക് അട്ടിമറി വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM. അപ്രതീക്ഷിതമായി KPCC പ്രസിഡന്റ് പദവി ഉൾപ്പെടെ ലഭിച്ച സണ്ണി ജോസഫിനിത് രാഷ്ട്രീയത്തിൽ രാജയോഗ കാലമാണ്. 2011 മുതൽ പേരാവൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സണ്ണി ജോസഫ് 4ാം അംഗത്തിന് തയ്യാറെടുക്കുകയാണ്. 2011-ൽ KK ശൈലജയിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്തു. 2016-ൽ ബിനോയ് കുര്യനെയും 2021-ൽ KV സക്കീർ ഹുസൈനെയും പരാജയപ്പെടുത്തിയാണ് സണ്ണി ജോസഫിന്റെ വിജയത്തേരോട്ടം. ഹാട്രിക്ക് തികച്ചെങ്കിലും കൂറ്റൻ ഭൂരിപക്ഷം സ്വന്തമാക്കാനാവാത്തത് കോൺഗ്രസിനെ ഇപ്പോഴും സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ്. അതേസമയം കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിൽ 5 പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചതും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലവും കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഈ മണ്ഡലത്തിൽ 23,481 വോട്ടിന്റെ ഭൂരിപക്ഷവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 11,233 വോട്ടിന്റെ ഭൂരിപക്ഷവുമുണ്ട്. മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും KPCC അധ്യക്ഷ പദവിയും സാമുദായിക സംഘടനകളുടെ പിന്തുണയും വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. പേരാവൂരിലെ ജയപരാജയങ്ങളെ ആശ്രയിച്ചാകും സണ്ണി ജോസഫിന്റെയും KK ശൈലജയുടെയും രാഷ്ട്രീയ ഭാവി. എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന കനത്ത പോരാട്ടത്തിന് പേരാവൂർ ഇത്തവണ സാക്ഷിയാകും. ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.